الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على نبينا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള ശ്രോതാക്കളെ, ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഇഷ്ടവും താല്പര്യവും പ്രകടിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളികളായ ആളുകൾ അറബി ഭാഷാ പഠനത്തിന് എൻ്റെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ്. അള്ളാഹു നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഗ്രഹിക്കുന്നതിന് സഹായകമാകുന്ന ഒരു കാരണമാക്കി ഇതിനെ മാറ്റുമാറാവട്ടെ. വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. ഒന്നാമത്തെ അദ്ദർസുൽ അവ്വൽ, അതിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചില കലിമത്തുകൾ നമ്മുടെ മനസ്സിൽ മനഃപ്പാഠമുണ്ട്. നിങ്ങളിങ്ങനെ ഓർത്തു നോക്കുക, നമ്മൾ എന്തൊക്കെ പദങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചതെന്ന് ഓർത്തു നോക്കൂ. ബൈത്ത് അല്ലേ, ബൈത്തുൻ അർത്ഥമറിയാലോ. ബൈത്തുൻ, ഹാദ, മസ്ജിദുൻ, ബാബുൻ, കിതാബുൻ, ഖലമുൻ, മിഫ്താഹുൻ. ഇതൊക്കെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചോദ്യത്തിന് വേണ്ടിയിട്ട്, ചോദ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എന്നതിന് നമ്മൾ പഠിച്ചിരുന്നൊരു ഭാഗമുണ്ട്, മാ. അതുപോലെ തന്നെ ആണോ എന്നത് എങ്ങനെയാണ് അറബിയിൽ ചോദിക്കുക, അൻത, ഖുർആൻ, അബൈത്തുൻ, അഹാദ തുടങ്ങിയ കാര്യങ്ങൾ. അഥവാ ഖുർആനുൻ, ഖുർആനാണോ, അഹാദ ഇതാണോ എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ ടെക്സ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ തംരീനുകളാണ്. തമാരീൻ എന്ന് പറഞ്ഞാൽ എക്സർസൈസ്. ഇത് നമ്മളിങ്ങനെ പ്രാക്ടിക്കലാക്കുന്നതോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭാഷയുടെ ഓരോ സ്റ്റെപ്പുകളും കടന്നിങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. 10ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ, 11ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്ററിലെയും നിയമങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും നിങ്ങൾ വളരെയേറെ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് തംരീൻ 1 നമുക്ക് പ്രവേശിക്കാം. തംരീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എക്സർസൈസ് 1. നോക്കൂ എന്താണ് എഴുതിയത്. ഇനി ഇതിൽ ഹർക്കത്തുകൾ അഥവാ നേരത്തെ പഠിച്ച പാഠങ്ങളിൽ ആദ്യം ഹർക്കത്ത് കൊടുത്തിട്ടുണ്ടാവും, ഫത്തുഹും കസുറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് ഉള്ള സന്ദർഭങ്ങളിൽ ആ നിയമങ്ങൾ നേരത്തെ പഠിച്ചതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഷെയ്ഖ് അഥവാ അബ്ദുറഹീം റഹിമഹുല്ല എന്ത് കൊടുത്തിട്ടില്ല, അതിൽ ഹർക്കത്തുകൾ കൊടുത്തിട്ടുണ്ടാകൂല. അങ്ങനെ കാരണം ഹർക്കത്തില്ലാതെ ഫത്തുഹും കസുറും കൊടുക്കാതെ തന്നെ നമ്മൾ വായനയുടെ ഒരു ലോകത്തേക്ക് നമ്മൾക്ക് പോകാൻ കഴിയണം. നിയമങ്ങൾ പഠിക്കുമ്പോൾ, പഠിക്കാത്ത നിയമങ്ങളാണെങ്കിൽ അവിടെ ഫത്തുഹും കസുറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പഠിച്ച നിയമങ്ങളാണെങ്കിൽ പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടാകും. അത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരി, നമുക്ക് നോക്കാം. തംരീൻ 1 സ്ക്രീനിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മഹാദ. മഹാദ ഇതെന്താണ്? മഹാദ ഇതെന്താണ്? ഏതിനെ ചൂണ്ടിയിട്ടാണ് മഹാദ എന്ന് ചോദിക്കുന്നത്? അതിൻ്റെ നേരെ കണ്ടില്ലേ, മഹാദ ചാവിയെ ചൂണ്ടിയിട്ടാണ്. ഒരു കീ ആണ് അവിടെ ഉള്ളത്. അപ്പം അതിന് എന്തായിരിക്കും ഉത്തരം പറയേണ്ടി വരിക? അതിൻ്റെ ആൻസർ പറയേണ്ടത് ഞാനല്ല. ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ ആകുമ്പോൾ, ഒരു പക്ഷേ ഓഡിയോ ക്ലാസ്സിലൂടെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് മറുപടി പറയാൻ നിങ്ങൾ പറയുക. എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? മഹാദ. മഹാദ പറഞ്ഞു നോക്കൂ. ശരിയാണ്. ഹാദ
ഹാദ മിഫ്താഹുൻ. ഹാദ മിഫ്താഹുൻ. രണ്ടാമത് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താ? കിതാബ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? കിതാബിനെ ചൂണ്ടിയിട്ട് മാ ഹാദ, മാ ഹാദ, ഹാദ കിതാബുൻ, ഹാദ കിതാബുൻ. താഴെ വീണ്ടും പേനയെ ചൂണ്ടി ചോദിക്കാൻ മാ ഹാദ, ഹാദ ഖലമുൻ, ഹാദ ഖലമുൻ. തുടർന്ന് ഡോറ്, ഒരു വാതിൽ അല്ലേ? വാതിലിനെ ചൂണ്ടി ചോദിക്കാൻ മാ ഹാദ, മാ ഹാദ, ഹാദ, ഹാദ ബാബുൻ, ഹാദ ബാബുൻ. ഇത് ഒരു ഡോറാകുന്നു. ദിസ് ഈസ് എ ഡോർ. താഴെ വീണ്ടും മാ ഹാദ, മാ ഹാദ, ഹാദ ബൈത്തുൻ, ഹാദ ബൈത്തുൻ. മാ ഹാദ ചേർന്ന് ചൂണ്ടിയിട്ട് ഹാദ കുർസിയുൻ, ഹാദ കുർസിയുൻ. അപ്പോൾ ഇതിലൂടെ ചോദ്യം ചോദിക്കാനും പഠിച്ചു, ആൻസർ പറയാനും നമ്മൾ പഠിച്ചു. ചോദ്യം ഇതെന്താണെന്ന് ചോദിക്കാൻ മാ ഹാദ. ഇനിയോ അറിയാവുന്ന വാക്കുകളാണെങ്കിൽ അതിനുത്തരം പറയാൻ ഹാദ മിഫ്താഹുൻ, ഹാദ, ഹാദ കിതാബുൻ, ഹാദ ഖലമുൻ, ഹാദ ബാബുൻ, ഹാദ ബൈത്തുൻ, ഹാദ കുർസിയുൻ. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്. ഈ തംരീൻ, ഇതിൻ്റെ ആൻസറുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതണം. അങ്ങനെ അത് എഴുതി നമ്മുടെ നോട്ട്ബുക്ക്, നമ്മുടെ പഠനത്തിൻ്റെ ഓരോ കോഴ്സുകൾ, ഓരോ പാഠഭാഗങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ നോട്ട്ബുക്കും നമ്മൾ സൂക്ഷിച്ച്, അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കും എന്നും കൂടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ്. തംരീൻ 2 അല്ലേ? രണ്ടാമത്തെ തംരീൻ. അപ്പോൾ തംരീൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് തംരീൻ? നമുക്കതറിയാം. എക്സർസൈസ്, പരിശീലനം. രണ്ടാമത്തേത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തംരീനിലൂടെ എന്താണ് നമ്മൾ പഠിച്ചത്? മാ എന്നത് എന്ത് ചെയ്തു? ചോദ്യമാക്കി മാറ്റാനും ആൻസർ പറയാനും നമ്മൾ പഠിച്ചു. എങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ കൊടുത്തത് നേരത്തെ നമ്മൾ പഠിച്ച അലിഫ് ഹംസ ഫത്ഹ അ, അലിഫ് ഹംസ ഫത്ഹ അ. അഹാദ ബൈത്തുൻ, അഹാദ ബൈത്തുൻ, അഹാദ ബൈത്തുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഓർത്തു നോക്കൂ. അഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ? ഇതൊരു വീടാണോ? ഇതൊരു വീടാണോ? ഈസ് ദിസ് എ ഹൗസ്? ഇതൊരു വീടാണോ? ആണോ? എന്താ നമ്മൾ കാണുന്നത്? അത് വീടാണോ? അല്ല, നമ്മളൊരു പള്ളിയെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അവിടെ അല്ല, ഇതൊരു പള്ളിയാണ് എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയും? ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പള്ളിക്ക് എന്താണ് പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നു ലാ. എന്താ പറഞ്ഞത്? ലാ. നിങ്ങളത് പറയുന്നുണ്ട് എന്നത് ആ ഒരു ധാരണയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ലാ കോമ ഹാദ മസ്ജിദുൻ, അല്ല, ഇതൊരു പള്ളിയാണ്. അതേ ചോദ്യം വീണ്ടും വരികയാണ്. പിന്നീട് എന്താ വരുന്നത്? അഹാദ മിഫ്താഹുൻ, അഹാദ മിഫ്താഹുൻ, ഇതൊരു ചാവിയാണോ? അഹാദ മിഫ്താഹുൻ, ഇതൊരു ചാവിയാണോ? അതെ, അല്ല. അതിൻ്റെ നേരെ എന്താ കൊടുത്തിട്ടുള്ളത്? പേനയെ ചൂണ്ടിയിട്ടാണ് ചാവിയാണോ എന്ന് ചോദിക്കുന്നത്. ലാ ഹാദ ഖലമുൻ, ലാ ഹാദ ഖലമുൻ. തുടർന്ന് ചോദിക്കുന്നത് അഹാദ മിഫ്താഹുൻ, പേനയെ ചൂണ്ടിയിട്ട് ചോദിക്കാൻ ഇതൊരു മിഫ്താഹാണോ? എന്തായിരിക്കും ഉത്തരം? എന്താണ്?
പേനയ്ക്ക് നമ്മൾ എന്താ പഠിച്ചത്? ലാ. അല്ല അല്ലേ? അല്ല എന്ന് പറയാൻ എന്താ പഠിച്ചത്? ലാ. കോമ ഇടണം. എന്നിട്ട് ഹാദാ ഖലമുൻ. അല്ല, ഇതൊരു പേനയാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? അഹാദ ഖമീസുൻ. അഹാദ ഖമീസുൻ. ഇതൊരു കുപ്പായമാണോ? എന്തിന് ചൂണ്ടിയിട്ടാണ്? അതെ, കുപ്പായത്തെ ചൂണ്ടിയിട്ടാണ്. ഷർട്ടിനെ ചൂണ്ടിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്? അതെ, ഇതൊരു കുപ്പായമാണ്. യെസ്, ദിസ് ഈസ് എ ഷർട്ട്. എങ്ങനെ പറയും? അതെ, ഇതൊരു കുപ്പായമാണെന്ന് എങ്ങനെ അറബിയിൽ പറയാ? നഅം ഹാദാ ഖമീസുൻ. നഅം ഹാദാ ഖമീസുൻ. തുടർന്ന് അഹാദാ നജ്മുൻ. അഹാദാ നജ്മുൻ. ഇതൊരു നജ്മാണോ? എന്താണ് നജ്ം? ഇതൊരു നജ്മാണോ? നജ്ം എന്തായിരുന്നു? നജ്മുൻ. നക്ഷത്രം. ഇതൊരു നക്ഷത്രമാണോ? ഇതൊരു നക്ഷത്രമാണോ? നക്ഷത്രം തന്നെയാണല്ലേ. അപ്പം അതെ, ഇതൊരു നക്ഷത്രമാണെന്ന് എങ്ങനെ പറയാ? നഅം ഹാദാ നജ്മുൻ. നഅം ഹാദാ നജ്മുൻ. അപ്പോൾ ഇവിടെ തംരീൻ ഉസ്താദ് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും തംരീനിലെ ആൻസർ പറയുന്നതും ഇവിടെ ഉസ്താദ് തന്നെയാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇത് ഓരോന്നും നമ്മൾ ഇതിൻ്റെ ഓരോ പേജുകളും നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആൻസറും കൂടെ നിങ്ങൾക്ക് പറയാൻ, മനസ്സുകൊണ്ട് പ്രതികരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ആൻസറും കൂടെ പറഞ്ഞു പോകുന്നത് ഈ രൂപത്തിലൂടെ പോയാലും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ശരി, തംരീൻ 3 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഒന്നാമത്തെ തംരീൻ എങ്ങനെയാണത് വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ വാക്കുകളും ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കാനും കൂടെ നമ്മൾ പഠിക്കണം. മാത്രമല്ല അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഈ ടെക്സ്റ്റ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അതിന് വലിയൊരു പണ്ഡിതനോ ഉസ്താദോ ഒന്നും ആവേണ്ടതില്ല. ഇവിടുന്ന് കേൾക്കുന്ന അതേ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ശരി, ഇതേ രീതിയിലൂടെ ഇത് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിലൂടെ തന്നെ നിങ്ങളോടത് പറയുന്നത്. തംരീൻ 3, മൂന്നാമത്തെ തംരീൻ. ഇഖ്റ വക്തുബ്. വായിക്കുന്നത് ഇഖ്റ വക്തുബ്. ഇഖ്റ അറിയാത്ത ആരുമില്ല നമ്മളെ കൂട്ടത്തിൽ അല്ലേ? ഇഖ്റ, ആദ്യത്തെ ആയത്ത് തന്നെ ഇഖ്റ എന്നതാണ്. നീ വായിക്കുക. വക്തുബ്, ആ വാവിൻ്റെ അർത്ഥം ആൻഡ്, വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്നതാണ്. ഇഖ്റ വക്തുബ്, വായിക്കുകയും എഴുതുകയും ചെയ്യുക. നോക്കൂ, ഇതിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക. അതിൽ വന്നിട്ടുള്ള വാക്കുകൾ ഫത്ഹും കെസറും ഒന്നും ഇതിൽ കാണുന്നില്ല അല്ലേ? ഹ എന്നതിനുള്ള ഒരു ഭാഗത്ത് നമുക്ക് കാണാമെന്നുള്ളതല്ലാതെ ബാക്കിയൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആ ഹാക്ക് ശേഷം ഒരു അലിഫ് സഗീറ ചെറുത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട്. കാരണം നമുക്കത് അറിയാം, ഇങ്ങനെ ഹദ എന്ന് എഴുതിയിട്ട് ഹാദ എന്ന് വായിക്കണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. ഇനി ഇത് തുടർന്ന് എവിടെയും നമുക്ക് ഈ രൂപത്തിലൂടെ കാണൂല. അത് മനസ്സിലങ്ങോട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അലിഫ് സഗീർ അവിടെ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. എങ്കിൽ ബാക്കിയുള്ളതിന് നോക്കൂ, ഫത്തഹും കസറൊന്നും കാണുന്നില്ല. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്തോഷകരമായൊരു മെസ്സേജ് ഉണ്ട്. എന്താണത്? ഫത്തഹും കസറും ഒന്നുമില്ലാതെ തന്നെ എനിക്ക് വായിക്കാൻ കഴിയും. അതിനുള്ളൊരു പരിശീലനം ഈ പുസ്തകം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയായിരിക്കും അതിനെ വായിക്കുക? മക്തബ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ.
ആദ്യ ഭാഗത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വായിക്കും? ഇതൊരു മക്തബാണ് എന്ന മെസ്സേജ് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അത് നമുക്ക് വായിക്കണം. രണ്ടാമത്തേത്, ഇതൊരു പള്ളിയാണ് എന്ന രീതിയിലൂടെ അർത്ഥം വരുന്ന രീതിയിൽ നമുക്കതിനെ വായിക്കാൻ കഴിയണം. മൂന്നാമത്തേത്, ഇതൊരു പേനയാണ്. ഞാനതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുകയാണ്. വായിക്കേണ്ടത് നിങ്ങളാണ്, എഴുതേണ്ടതും നിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആദ്യം ഞാൻ ആ രൂപത്തിലൂടെ പറയുന്നു. അതുപോലെ മൂന്നാമത്തേത്, ഇതൊരു ബെഡാണ്. നാലാമത്തേത്, ഇതൊരു ബെഡാണ് എന്നുള്ളത് ഞാൻ വായിക്കുന്നത് ഇതൊരു ബെഡാണ് എന്നർത്ഥം വരുന്ന രൂപത്തിൽ ഇതിനെ വായിക്കണം. അഞ്ചാമത്തേത്, ഇതെന്താണ് എന്നർത്ഥം വരുന്ന രൂപത്തിൽ അതിനെ വായിക്കണം. അതുപോലെ ആറാമത്തേത്, ഹാദാ കുർസിയുൻ, ഇതൊരു കസേരയാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ ആയിരിക്കണം ആറാമത്തേതിനെ വായിക്കേണ്ടത്. ഏഴാമത്തേത് ഇതൊരു വീടാണോ എന്ന ആശയം വരുന്ന രൂപത്തിൽ വായിക്കണം. അപ്പോൾ വായനയിൽ നമ്മുടെ മുഖഭാവത്തും വായനയിലൊക്കെ അതൊരു ട്യൂൺ വ്യത്യാസമൊക്കെ ഉണ്ടാകും അതിൽ. അപ്പോൾ ആ രൂപത്തിലൂടെയുള്ള ഒരു വായന നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ല, ഇതൊരു പള്ളിയാണ് എന്ന് പറയുന്ന രൂപത്തിലൂടെ അതിനെ വായിക്കണം. ഇതെന്താണ്? ഇതൊരു ചാവിയാണ് എന്ന ആശയം വരുന്ന രൂപത്തിലൂടെ ഇതിനെ വായിക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ 9ഓളം സെൻറ്റൻസുകളെ, ജുംലകളെ കൊടുത്തു. അതെങ്ങനെ വായിക്കണം, അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് പഠിക്കുവാനും കൂടെ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഈ തംരീന് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനെ വായിക്കുക? ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി അത് വായിക്കേണ്ട രീതി ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അർത്ഥം പറഞ്ഞു, അപ്പോൾ നിങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ടാകും അത്. ഇനി ഞാനത് വായിക്കുന്നു. ഹാദാ മക്തബുൻ, ഇത് ഒരു ടേബിളാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് മക്തബുൻ, ഇതൊരു ടേബിളാണ്. യെസ്. ഹാദാ മസ്ജിദുൻ, ഇതൊരു പള്ളിയാകുന്നു. ഹാദാ ഖലമുൻ, ഇതൊരു പേനയാകുന്നു. ഹാദാ സരീറുൻ, ഇതൊരു ബെഡാകുന്നു. മാഹാദ, ഇതെന്താണ്? ഇതെന്താണ്? ഹാദാ കുർസിയുൻ, ഇതൊരു ചെയറാണ്. അഹാദാ ബൈത്തുൻ, ഇത് വീടാണോ? ല ഹാദാ മസ്ജിദുൻ, അല്ല, ഇത് ഒരു പള്ളിയാണ്. ല ഹാദാ മസ്ജിദുൻ, അല്ല, ഇതൊരു പള്ളിയാണ്. മാഹാദ, ഇതെന്താണ്? ഹാദാ മിഫ്താഹുൻ, ഇതൊരു കീയാണ്, ഇതൊരു ചാവിയാണ്. തംരീൻ 3 അഥവാ 3 തംരീനുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം അല്ലേ? ഒന്നാമത്തെ തംരീനിൽ എന്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്? ഇതെന്താണ് എന്ന് പറയാനാണ്. അതോടൊപ്പം തന്നെ ഇത് ഇന്നതാണ് എന്ന് പറയാനാണ് ഒന്നാമത്തെ തംരീനിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അറബി ഭാഷയിൽ ഇതെന്താണ് എന്ന് ചോദിക്കാനും ഇത് ഇന്നതാണ് എന്ന് പറയാനും നമുക്ക് കഴിഞ്ഞു എന്നർത്ഥം. രണ്ടാമത്തെ തംരീനിലൂടെ ഇത് ആണോ, ഇത് വീടാണോ, ഇത് പള്ളിയാണോ, നീ ഒരു മുസ്ലിമാണോ, നീ ഒരു മുഅ്മിനാണോ, ഇതൊരു ഖുർആനാണോ തുടങ്ങിയത് പറയാനാണ് എന്ത് ചെയ്തത്? രണ്ടാമത്തെ തംരീനിലൂടെ, പരിശീലനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മൂന്നാമത്തേത്, ഇത് ഹർക്കത്തില്ലാതെ തന്നെ അഥവാ ഫത്തുവും കസറൊന്നും ഇല്ലാതെ തന്നെ ഈ സെൻറ്റൻസുകളെ വായിക്കാനും
അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന പരിശീലനമാണ്. മൂന്നാമത്തതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഹർക്കത്ത് കൂടാതെ വായിക്കാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള പരിശീലനമാണ്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. തംരീൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ ഭാഷയുടെ മറ്റൊരു പ്രയോഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.